തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 10 വർഷം പൂർത്തിയാക്കിയ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ തലത്തിൽ തിരക്കിട്ട നീക്കം. ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം സാംസ്കാരിക വകുപ്പിലെ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്താൻ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയേക്കും. സ്ഥിരപ്പെടുത്തൽ തടഞ്ഞുകൊണ്ടുള്ള ഹർജിയിൽ തിങ്കളാഴ്ച വാദം നടക്കാനിരിക്കെയാണ് ഈ പിൻവാതിൽ നിയമനം. 10 വർഷം സർവീസ് പൂർത്തിയാക്കിയ സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിൽ നിയമിച്ചിട്ടുള്ള താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടും കോടതിയെ ലക്ഷ്യമായിരിക്കുമെന്നും ചീഫ് സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. മന്ത്രിസഭാ തീരുമാനപ്രകാരം വിവിധ വകുപ്പുകളിൽ നിയമിച്ചിട്ടുള്ള താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തി ഉത്തരവിറക്കാൻ അതത് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുകയാണ്. PSC റാങ്ക് പട്ടിക നിലനിൽക്കെ മത്സ്യഫെഡിൽ 146 കരാർ ജീവനക്കാരെ കഴിഞ്ഞ മന്ത്രിസഭായോഗം സ്ഥിരപ്പെടുത്തി ഉത്തരവിറക്കാൻ ഫിഷറീസ് വകുപ്പിന് നിർദ്ദേശം നൽകി. സ്ഥിരപ്പെടുത്തിയതിൽ ഭൂരിഭാഗവും CPM നേതാക്കളുടെ ബന്ധുക്കളും പാർട്ടി അനുഭാവികളുമാണ്. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാനുള്ള ഫയലുകൾ തിരക്കിട്ട് ചീഫ് സെക്രട്ടറി ഓഫീസിൽ എത്തിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് മന്ത്രിസഭയുടെ ഇന്ന് ചേർന്ന യോഗത്തിൽ പരമാവധി താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുമെന്നറിയുന്നു. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് തടഞ്ഞുകൊണ്ടുള്ള കോടതി വിധി പിൻവലിക്കാൻ സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ നീക്കം നടത്തിയെങ്കിലും ഹർജി അടുത്ത ആഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു. തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച വാദം നടക്കാനിരിക്കെയാണ് പുതിയ നീക്കം. ജനം, തിരുവനന്തപുരം.